ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഏരിയയിൽ അത്യാവശ്യം നല്ല രീതിയിൽ നടത്തിക്കൊണ്ട് പോകുന്ന ചായക്കടികൾ കിട്ടുന്ന കടയിലോട്ടാണ്. ഞങ്ങൾ ചെന്ന സമയത്ത് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. മിക്കവരും വണ്ടിയിലൊക്കെ വന്നിട്ടേ സാധനം വാങ്ങിക്കാനായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇവരുടെ കടയുടെ വാതിക്കലൊക്കെ തന്നെ ആയിരിക്കും ഇവർ പാർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായ കുറച്ച് തിരക്കുണ്ടായിരുന്നു. രാവിലെ ഉച്ചയ്ക്ക് വന്ന് അധികം വിശന്നില്ലെങ്കിലും ഒരു 4 മണി 5 മണി ആ ഒരു സമയമാകുമ്പോഴത്തേക്കിനും നന്നായിട്ട് വിശക്കും. ഇതുപോലെയുള്ള ഐറ്റംസ് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള വിശപ്പാണ്. ഈ ഒരു ഏരിയയിൽ 2 കടകളേ ഉള്ളൂ. ഒന്ന് ഈ ചായക്കടികൾ കിട്ടുന്ന കടയും പിന്നെ തൊട്ടിപ്പുറത്ത് തന്നെ ഒരു ഹോട്ടലും ഉണ്ട്. അപ്പം ഞങ്ങൾ കോഴഞ്ചേരി പോയിട്ട് തിരിച്ച് വന്ന് ഇറങ്ങുന്ന സമയത്താണ് ഇവിടുന്ന് സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോകാറുള്ളത്. ഇവരിത് കുറേ വർഷങ്ങളായിട്ട് ഇവിടെ തന്നെ കട നടത്തിക്കൊണ്ടിരിക്കുവാണേ. എന്നാലും നമുക്ക് പെട്ടെന്ന് വന്ന് സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോകാനുള്ള ദൂരത്തിലൊന്നുമല്ല. അതുകൊണ്ട് വണ്ടി വന്ന് ഇറങ്ങി എന്ന സമയത്ത് ഇവിടുന്ന് സാധനം വാങ്ങിച്ചുകൊണ്ട് വീട്ടിലോട്ട് പോകാറേ ഉള്ളൂ. ഇനി ഇതുവഴി വേണം ഇനി വീട്ടിലോട്ട് പോകാൻ. ഈ ഒരു 2 വലിയ മതിലും ആ ഒരു വഴി കൂടി ഇങ്ങനെയുള്ള നടത്തവും ഞാൻ ഫോണിലെടുത്തപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. പക്ഷെ തന്നെ ഇതുവഴി വരാൻ ഏതായാലും ഇച്ചിരി ഒന്ന് പേടിക്കും. ഇപ്പോൾ കടയിൽ പോയിട്ട് അധികം സാധനങ്ങളൊക്കെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ പോയതിൻ്റെ ക്ഷീണം നടക്കാനായിട്ട് ഇത്ര വയ്യാന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഓട്ടോ പിടിച്ച് പോകാറുള്ളൂ. എന്നിരുന്നാലും ബസ് സ്റ്റോപ്പ് വരെ പോകണമെന്നുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് ഒരു 10-15 മിനിറ്റോളം നടപ്പുണ്ട്. അപ്പം നമുക്കതൊരു വലിയൊരു ദൂരമല്ല. അപ്പോൾ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ചക്കര ഞങ്ങളെ നോക്കിയിരിപ്പുണ്ട്. അവൾക്ക് എന്തെങ്കിലും കഴിക്കാനായിട്ട് കൊണ്ടുവന്നില്ലെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഇരിപ്പാണ്. ഞാൻ ഇത്രയും സാധനങ്ങൾ മാത്രമേ വാങ്ങിച്ചുള്ളൂ. പറഞ്ഞില്ലേ 4 മണി 5 മണി ആ ഒരു സമയമാകുമ്പോൾ നമുക്കിതുപോലെയുള്ള സാധനങ്ങളൊക്കെ കഴിക്കണം. അങ്ങനെ ചക്കരയ്ക്ക് പാലൊഴിച്ച് കൊടുത്തു. ഞങ്ങൾ ചായയും കടികളും എടുത്തേ. ഇവിടെ കൃത്യസമയത്തിന് ഭക്ഷണം കഴിക്കുന്നത് ചക്കര മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ കഴിക്കാൻ ഒരു മുട്ട ബജിയും ഏത്തയ്ക്കാപ്പവും സുഖിയനുമാണ് എടുത്തത്. പിന്നെ ചായയും. സുഖിയൻ നമ്മൾ ബേക്കറിയിൽ നിന്നാണ് വാങ്ങിച്ചത്. കോഴഞ്ചേരിയിൽ നിന്ന് വരുന്ന വഴിക്ക് വാങ്ങിച്ച ബാക്കിയുള്ള ഐറ്റംസ് മാത്രമേ ഞാൻ ഇവിടുന്ന് ചെറിയ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളൂ. സുഖിയനാണെന്നുണ്ടെങ്കിൽ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. മഞ്ഞപ്പൊടിയായിരുന്നു മുന്നിൽ നിന്നിരുന്നത്. മഞ്ഞപ്പൊടിയുടെ ഭയങ്കര കുത്തൽ. അതേതായാലും മമ്മിക്ക് കൊടുത്തു. മമ്മി അത് കഴിച്ചെന്ന് തോന്നുന്നു.